ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റിയിലും ആണ്, ഫിൻനിഫ്റ്റി അല്ല, മിഡ് ക്യാപ്പിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ട്രേഡ്. അപ്പോൾ ഇതുപോലൊരു എൻ്റെ ഒരു ടാർഗറ്റ് അടിച്ചിട്ടും എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാത്തൊരു ദിവസം ഇല്ല. അപ്പോൾ നിഫ്റ്റിയിൽ അതുപോലെ വെറുത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നല്ല രീതിയിൽ വെറുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ട്രേഡ് വെച്ചിട്ട് ഇരുന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ വെറുത്തു. അതായത് പ്രീമിയത്തിൽ ഒരു തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റും എനിക്ക് കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതിയാവില്ലല്ലോ. അത്രയും വൃത്തികെട്ടൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം വെച്ച് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തു. മോർണിംഗ് എനിക്ക് അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ ഞാൻ എൻട്രി എടുക്കുന്നതാണ്. 10 മണിയാകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. 10 മണിയാകുമ്പോൾ നമുക്കൊരു എൻട്രിയും കാണുന്നുണ്ടായിരുന്നില്ല. 10 മണിയാകുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലാണ്. അപ്പോൾ ഈ റേഞ്ചിൽ അവിടെ നിന്ന് കറക്റ്റ് വന്നു. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. വീണ്ടും റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിൽ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് കറക്റ്റായിട്ട് എൻട്രി എടുത്തു, ടാർഗറ്റും വെച്ചു. അപ്പോൾ അതിനുശേഷം ടാർഗറ്റ് അടിച്ചത് ഏകദേശം 12:30 ആ ടൈമിലാകുമ്പോൾ ടാർഗറ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എടുത്ത് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു. ഏകദേശം ഈ ഒരു ഇന്നത്തെ ഹൈയിലെത്തുമ്പോഴേക്കും ഏകദേശം എനിക്ക് ഒരു 4 ലോട്ടാണ് വെച്ചിട്ടാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം 17K അടുത്തോളം 17-18K അടുത്തോളം ക്യാപിറ്റൽ യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റേഞ്ചിലെത്തുമ്പോൾ ഫസ്റ്റ് ടൈം ഈ റേഞ്ചിലെത്തുമ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഏകദേശം 1500 ആ റേഞ്ചിൽ പ്രോഫിറ്റ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഡൗണിക്ക് വന്നു. ഈ ഒരു റേഞ്ചിൽ ഡൗണിക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഡൗണിക്ക് വരുമ്പോൾ ഏകദേശം നമുക്ക് 800 900 ആ 1K അടുത്തൊക്കെ ലോസ് ആയി. അതായത് എൻട്രി എടുത്തതിൻ്റെ ഈ ഒരു റേഞ്ചിൽ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ അത്രയും ലോസായി. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 1300 1500 ആ റേഞ്ചിൽ പ്രോഫിറ്റും, വീണ്ടും എൻട്രി എടുത്തതിൻ്റെ കുറച്ച് താഴെ എത്തുമ്പോഴേക്കും 1000 രൂപേൻ്റെ അടുത്ത് ലോസായി. അതിനുശേഷം വീണ്ടും ഇവിടെ എത്തുമ്പോൾ എനിക്ക് ആ 200-300 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ 4 ലോട്ട് എടുത്തിട്ട് വെറും 300 രൂപ, 200 റുപ്പീസ്, 300 റുപ്പീസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. അതിനുശേഷം വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ പിന്നെയും ലോസ്, 500, 600, 700 അടുത്ത് ലോസ്. പിന്നെ ഇവിടേക്ക് മേലേക്ക് പോകുമ്പോൾ 500, 300 അടുത്ത് പിന്നെയും പ്രോഫിറ്റ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പിന്നെയും ലോസിനടുത്തേക്ക് ഞാൻ കൂടെ വെറുത്ത്. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയപ്പോഴാണ് എനിക്ക് കൂടെ ഒരു 1500 പിന്നെ ഒരു പ്രോഫിറ്റ് കണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു റേഞ്ചിൽ ഇവിടേക്ക് വന്നപ്പോൾ പിന്നെ 500 അടുത്ത് പ്രോഫിറ്റായി മാറി. അതിനുശേഷം വീണ്ടും ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ ഞാൻ എക്സിറ്റായി അത്രയും വെറുത്ത് ഭ്രാന്ത് എടുത്തിട്ടാണ് ഈ ഒരു റേഞ്ചിൽ ഞാൻ എക്സിറ്റായി മാറിയത്. അപ്പോൾ അത്രയും ഒരു വെസ്റ്റായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ സെയിം ടൈമിൽ തന്നെ ഞാൻ മിഡ് ക്യാപ്പിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിലും സെയിം ടൈമിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ വെറും 2 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഞാൻ ഈ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുത്തു. അതിനുശേഷം ഞാൻ മറ്റേ നിഫ്റ്റിയിൽ വെറുത്ത് ഇറങ്ങിയ ടൈമിൽ ഞാൻ ഇവിടുന്ന് എക്സിറ്റായി. അപ്പോൾ അതിലെനിക്കൊരു 3K അടുത്ത് ഇതിലെനിക്ക് പ്രോഫിറ്റാണ്. ഒന്നുകൂടി വെച്ചാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റായി മാറിയിട്ടുണ്ടാവും. ഏകദേശം 2x 3x മിനിമം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ നിഫ്റ്റിയിലാണെങ്കിലും ഏകദേശം ഒരു 8K അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത്രയും വെറുത്ത് ഭ്രാന്തായതുകൊണ്ട് ഞാൻ ഇറങ്ങിയതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രോഫിറ്റ് വെറും 1000. എന്നാൽ 8K അടുത്ത് വന്നാൽ കൂടെ 50% അടുത്തുകൂടി വന്നില്ല. അതായത് ഏകദേശം 60 to 70 പോയിൻറ്റ്സ് നമുക്ക് മൂവ്മെൻറ്റ് തന്ന മാർക്കറ്റ് സാധാരണഗതിയിൽ നമുക്ക് എങ്ങനെ തരണം, എക്സ്പയറി ഡേ അല്ലാത്ത ദിവസം തന്നെ നമുക്ക് മര്യാദയ്ക്കുള്ള പ്രോഫിറ്റ് തരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഒന്നും പറയാനില്ല. അത്രയും വൃത്തികെട്ടൊരു മാർക്കറ്റ് പറഞ്ഞാൽ പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അത്രയും വൃത്തികെട്ടൊരു മൂവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതുപോലത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വെറുത്തിട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയത്. അതിന് ശേഷം നല്ല രീതിയിൽ ഡൗണിക്ക് വന്നു മാർക്കറ്റ്. ഫുൾ ഡൗൺഫോൾ വന്നിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം പിന്നെ റിക്കവർ ആകുന്ന പോലെ ചെറുതായിട്ട് അപ്പിലേക്ക് പോയി. അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം പുറത്തേക്ക് പോയി ആടുജീവിതമൊക്കെ കണ്ടിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം വന്ന ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് ഒരു വീഡിയോ എടുക്കാൻ വന്നിരുന്നത്. അപ്പോൾ ടൈം ഏകദേശം 8:45 49 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ലേറ്റായിട്ടുണ്ട് വീഡിയോ എടുക്കാനും. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു അതായത് അത്രയും വെറുത്തു. ഒരു എൻട്രി എടുത്തിട്ട്, അല്ലെങ്കിൽ സാധാരണ എനിക്ക് മിഡ് ക്യാപ്പിൽ ഞാൻ എന്നാൽ ഈ ഒരു 17K യൂസ് ചെയ്താണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 80-90% ഞാൻ എടുത്തിറങ്ങിയത്. അല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ച് മേലേക്ക് വന്നപ്പോൾ
എനിക്ക് ഏകദേശം ഒരു 2x എനിക്ക് റിട്ടേൺ ആയിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 20K പ്രോഫിറ്റ് എടുത്ത് ഞാൻ മാറിയിട്ടുണ്ടാകും. പക്ഷേ എനിക്കത് ഈ നിഫ്റ്റിയിലെടുത്ത് എൻട്രി എടുത്തിട്ട് ഞാൻ പെട്ടുപോയി. കാരണം വെച്ചാൽ നാളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ഓക്കെ ചെറിയ മൂവ്മെൻറ്റ് വന്നാൽ കൂടുതൽ നല്ല രീതിയിൽ പ്രീമിയത്തിൽ എഫക്റ്റ് ആവും എന്ന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. പക്ഷേ പ്രീമിയത്തിൽ ഒരു തരത്തിലുള്ള എഫക്റ്റും ഇല്ല. ഏകദേശം 50 പോയിൻറ്റ്സ് വന്നിട്ട് കൂടെ 10 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം ആലോചിച്ച് നോക്കുക. അപ്പോൾ 90 റുപ്പീസ് വാങ്ങിച്ചത് 100 റുപ്പീസിലാണ് നിൽക്കുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ അതുപോലത്തെ ഒരു വൃത്തികെട്ടൊരു ഡേ ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ. എപ്പോഴും ഞാൻ ഈ ഒരു കാരണം കൊണ്ടാണ് നിഫ്റ്റിയിൽ അധികം എടുക്കാത്തത്. പക്ഷേ ഈ ഇടയ്ക്ക് കുറച്ചായിട്ട് വൃത്തിയായിട്ടുള്ള മൂവ്മെൻറ്റ്സ് സാധാരണഗതിയിൽ ചെറിയ മൂവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ പ്രീമിയത്തിൻ്റെ എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ പ്രോഫിറ്റായി വന്നതാണ്. പക്ഷേ വീണ്ടും പഴയ അസുഖം തുടങ്ങിയിരിക്കുകയാണ് നിഫ്റ്റിയിൽ. അപ്പോൾ നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ഒക്കെ ഇതുപോലെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മൂവ്മെൻറ്റ് എന്നിട്ട് അപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നമുക്ക് ലോസ് അല്ലാതെ വേറൊരു തരത്തിലും പ്രോഫിറ്റ് ഉണ്ടാകുന്നൊരു സ്കോപ്പ് ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഇത്രയും മൂവ്മെൻറ്റ് കിട്ടിയിട്ടും വെറും 1000 എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ഞാൻ മിഡ് ക്യാപ്പിൽ എടുത്താണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നത് ഏകദേശം 3x, അതായത് ഒരു ഈ ഒരു ബോറടിക്കാതെ തന്നെ ഇരുന്നാണെങ്കിൽ കൂടെ നല്ല രീതിയിൽ ഏകദേശം ഒരു 2x മിനിമം എടുത്തിട്ടുണ്ടാകും. അതായത് ഒരു 20K അടുത്തെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. എന്തായാലും ലോസില്ലാതെ തന്നെ ട്രേഡ് എടുക്കാൻ സാധിച്ചു. ഇനി എന്തായാലും നാളെ നമുക്ക് നല്ല രീതിയിൽ എൻട്രി എടുക്കാം. താങ്ക് യു.